രക്ഷിതാക്കൾ മരിച്ചാൽ, ബാപ്പയോ ഉമ്മയോ മരിച്ചാൽ, അച്ഛനമ്മയോ മരിച്ചാൽ അവർക്ക് സ്ഥിര സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത് പരിപാടി ആരംഭിക്കുന്നത്. ഇപ്പൊ നല്ല രൂപത്തില് ഇവിടെ നടക്കുന്നതിന് പുറത്താണ് അവിടെ ചെറിയ രൂപത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ കണ്ടമാന കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് ഭിന്നശേഷി കുട്ടികളുടെ ഒരു നാടകം നടത്തുന്നത്. അന്ന് ഷാഫി പറമ്പിലാണ് ഈ കുടുംബസംഘം ഉദ്ഘാടനം ചെയ്തത്. എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്, അവരൊക്കെ വരും എന്ന ഉറപ്പ് തന്നിട്ടുണ്ട്. ഏതായാലും നമ്മള് ഇന്ത്യയിൽ തന്നെ നല്ല സംരംഭമായി തുടങ്ങണമെന്നുള്ള ഉദ്ദേശം കൂടിയിട്ടാണ് ഈ 14 ഏക്കർ വാങ്ങിയിട്ടുള്ളത്. അതാണ് നമ്മുടെ ലക്ഷ്യവും. 16 വർഷമായിട്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം. ഈ നമ്മുടെ പരിസരത്തുള്ള 16 പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്ക് അവരുടെ പഠനത്തിനും പരിശീലനത്തിനുമായ ഏക കേന്ദ്രമാണ് ശാന്തി സദനം സ്കൂൾ. അതേപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്ക് വളരെ ആശ്വാസകരമായി ഈ 16 വർഷവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നം, നമ്മൾ ഇത്ര 16 വർഷം ഈ കുട്ടികളുടെ കൂടെ ഇടപഴകി ജീവിച്ചപ്പോ ഇവരുടെ പല പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാകാനുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് രക്ഷിതാക്കളുടെ ആദി. ഞാൻ മരിച്ചു പോയാൽ എന്റെ കുട്ടീനെ ആരും സംരക്ഷിക്കും, ആരും നോക്കും എന്നുള്ളൊരു ബേജാറ് എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ട്. മാത്രമല്ല നമ്മുടെ പരിസരത്ത് തന്നെ ഇപ്പോ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുട്ടികളുണ്ട്, അവരെ നോക്കാൻ ആളില്ലാത്ത പ്രയാസങ്ങളുണ്ട്. അപ്പോ ഇതിനുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ, അതായത് ഈ വിദ്യാർത്ഥികൾക്ക് അവരുടെ രക്ഷിതാക്കൾ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ രോഗികളായി പോവുകയോ ചെയ്താൽ അവരുടെ സംരക്ഷണം ഏറ്റെടുത്ത് നല്ല രീതിയിൽ അവർക്ക് അവരെ മുന്നോട്ട് നയിക്കാനും അവരുടെ ജീവിത ഉപാധി കണ്ടെത്തലും കൂടിയാണ് നമ്മുടെ ഉദ്ദേശത്തിന്റെ ലക്ഷ്യം. ഇത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതായത് ഏർലി എൻകറേജ്മെന്റ് സെന്റർ, അതായത് 2 വയസ്സാകുമ്പോൾ തന്നെ ഈ കുട്ടികളുടെ ന്യൂനതകൾ കണ്ടെത്തി അത് ഒരു 5-6 വയസ്സാകുമ്പോഴത്തേക്ക് പരിഹരിക്കാനുള്ള സംവിധാനം, അതാണ് പിന്നെ ഏർലി എൻകറേജ്മെന്റ് സെന്റർ. അതുപോലെ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇപ്പൊ തന്നെ ശാന്തി സദനത്തിൽ അവർ ഒരുപാട് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം 100ഓളം പ്രോഡക്റ്റുകൾ അവരിപ്പോ തയ്യാറാക്കുന്നുണ്ട്, അത് വിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് അവർക്ക് ചെറിയ വരുമാനം കിട്ടുന്നുണ്ട്. ഭാവിയിൽ ഈ 18 വയസ്സായ കുട്ടികളെ അവരെ അനാഥത്വത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ജീവിക്കാനുള്ള തൊഴിൽ പഠിപ്പിക്കുകയും അവരെ കൊണ്ട് കഴിയുന്ന തൊഴിൽ ചെയ്യിപ്പിക്കുകയും ചെയ്യാന്നുള്ള ഉദ്ദേശവും കൂടി ഈ സ്ഥാപനത്തിനുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ രംഗത്ത് ട്രെയിനേഡ് ടീച്ചർമാരെ കിട്ടാനുള്ള പ്രയാസമുണ്ട്. അതുകൊണ്ട് ട്രെയിനിങ് കോളേജ് ഇതിന്റെ ഭാഗമായിട്ട് അവിടെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ സമഗ്രമായ ഒരു വികസനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് 14.5 ഏക്കർ സ്ഥലം നമ്മൾ വിളയാട്ടൂര് പഞ്ചായത്തിലെ വിളയാട്ടൂര് മുട്ടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളത് കച്ചവടാക്കിയിട്ടുണ്ട്. 1 വർഷം കൊണ്ട് അത് രജിസ്റ്റർ ചെയ്ത് വാങ്ങാനാണ് ഉദ്ദേശം. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഏതായാലും എവിടെയും ഇങ്ങനെ ഒരു സ്ഥാപനം ഇല്ല. അതുകൊണ്ട് കേരളത്തിന്റെ ഏത് ഭാഗത്തുനിന്നും ഉള്ള കുട്ടികളെ നമുക്കിവിടെ അഡ്മിഷൻ കൊടുക്കാൻ കഴിയും. മാത്രമല്ല ഇപ്പൊ തന്നെ നമ്മളെ ഒരുപാട് ആളുകൾ വിളിച്ച് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അതിനൊരു പരിഹാരം കണ്ടെത്തുക നമ്മൾ സമൂഹം എന്നുള്ള നമ്മുടെ നിർബന്ധമാണ് മനസ്സിലാക്കിയിട്ടാണ് ഈ ഭൂമി വാങ്ങിയിട്ടുള്ളത്. അപ്പൊ അത് ജനങ്ങളോട് ഈ വിഷയം ഒന്ന് പറയണം, ജനങ്ങളെ ഇത് ധരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് 500 കുടുംബങ്ങളെ സെലക്ട് ചെയ്ത് നമ്മൾ ഈ പെരുമ ഹാളില് ക്ഷണിച്ചത്. ഈ വിഷയങ്ങളൊക്കെ ജനങ്ങളെ ധരിപ്പിക്കുക. ഒരു കുടുംബ സംഘമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. രാത്രി വൈകുന്നേരം 5 മണിക്ക് വരിക, നാടകവും കഴിഞ്ഞ് ഭക്ഷണത്തോടു കൂടി തിരിക്കുക എന്നാണ് ഉദ്ദേശം. നമ്മുടെ ജില്ലയിൽ ഇതുപോലത്തെ സ്ഥാപനങ്ങൾ വേറെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഫീസൊക്കെ വാങ്ങിയിട്ടാണ് നടത്തുന്നത്. പുറക്കാട് ശാന്തി സദനം ഒരു കുട്ടികൾ ഒരു ഫീസ് പോലും വാങ്ങുന്നില്ല. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന നാമമാത്രമായ ഗ്രാന്റ് മാത്രമേ ഈ ശാന്തി സദനത്തിന്റെ മൂലം. പിന്നീട് ഗൾഫ് നാടുകളിൽ നിന്നുള്ള പ്രവാസി സുഹൃത്തുക്കളുടെ നിർലോഭമായ സഹകരണം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കോവിഡ് സമയത്താണ് ഇതാണ് 2-3 ലക്ഷം ചെലവാക്കിക്കൊണ്ടുള്ള വലിയൊരു ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയാക്കിയത്. അതിനു മുമ്പ് തണല് ഒരു ബിൽഡിംഗ് അവിടെ സംഭാവന ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇതുപോലെ തന്നെ ഈ 14 ഏക്കർ സ്ഥലം ഇവിടെ വാങ്ങുന്നതോട് അതിന് തന്നെ നല്ല ഭീമമായ സംഖ്യയുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ അവിടെ ഈ കേസ് സമുച്ചയം പണിയാന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടാസ്കാണ് ഈ ശാന്തി സദനത്തിന്റെ മുമ്പിലുള്ളത്. പക്ഷെ അവരുടെ പ്രതീക്ഷ എന്താന്ന് പറഞ്ഞാൽ ഈ ശാന്തി സദനത്തെ സ്നേഹിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോ ശാന്തി സദനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് വിദ്യാഭ്യാസം മാത്രമല്ല, അവർക്ക് ഒരു തൊഴിൽ പരിശീലനം കൂടി അവിടെ നടക്കുന്നുണ്ട്. അവരുടെ ഓരോ വ്യക്തി ജീവിതത്തിൽ അവർക്ക് അനുഭവയോഗ്യമാകുന്ന തൊഴിലുകൾ, അവർക്ക് ഏതിലാണോ പ്രാവീണ്യമുള്ളത് ആ തൊഴിൽ പരിശീലിപ്പിക്കുന്ന ക്ലാസ് കൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് അവരുടെ വാസനകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള നാടകം. ഇതിനു മുമ്പ് പെരുമയിൽ ഒരു നാടകം അവതരിപ്പിച്ചിരുന്നു. അപ്പോ ഈ പിയാനോ എന്ന് പറയുന്ന നാടകം വളരെയധികം ആൾക്കാരെ ആകർഷിച്ചൊരു നാടകമാണ്. ഇപ്പോൾ സ്കൂളിൽ ഇതിന്റെ മുമ്പ് നടത്തിയിരുന്നു. അത് തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നല്ല നാടകമാണ്. പ്രത്യേകിച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾ തന്നെ അഭിനയിച്ചൊരു നാടകം എന്നുള്ള നിലക്ക് വളരെയധികം ശ്രദ്ധാകർഷിക്കുന്ന നാടകമാണ്.